കഴിഞ്ഞ ദിവസത്തെ സഖാക്കന്മാരുടെ പെർഫോമൻസും ആവേശവും ഒക്കെ എല്ലാവരും കണ്ടതാണ്. ഇതിനെ തുടർന്ന് ജിതിൻ ജേക്കബ് എഴുതിയ ഒരു പോസ്റ്റിലേക്കാണ് പോകുന്നത്. ഡയറക്റ്റായിട്ട് പോസ്റ്റിലേക്ക് പോകാം. മാതാപിതാക്കളോടാണ്. രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ അവർ പരമാവധി ശ്രമം നടത്തും. പട്ടാളത്തിന്റെ തോക്കിൽ മുതിര എന്ന് പറഞ്ഞ് തൊഴിലാളികളെ ബലി കൊടുത്ത ചരിത്രമുള്ള ആളുകളാണ്. ഒരൊറ്റ നേതാവിന്റെയും വീട്ടിൽ കമ്മ്യൂണിസം കയറ്റില്ല. എന്നാൽ നേതാക്കന്മാർ സ്വന്തം മക്കളെ സ്വകാര്യ സ്കൂളുകളിൽ PM ശ്രീ പ്രകാരമുള്ള പാഠ്യപദ്ധതിയിൽ CBSE സിലബസിൽ പഠിപ്പിക്കുന്നു. സ്വന്തം മക്കളെ സമരത്തിനും പോലീസിനെ കല്ലെറിയാനും വിടില്ല. അതേസമയം സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിലെ കുട്ടികളെ കൊണ്ട് തെരുവിൽ കലാപമുണ്ടാക്കും ഇവറ്റകൾ. ഇന്ന് കോട്ടയത്ത് കലാപം നടത്താൻ ഇവറ്റകൾക്ക് കുട്ടികളെ കിട്ടിയില്ല എന്ന് കേൾക്കുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഇവറ്റകളെ പഠിച്ച് ബോധമുള്ള മാതാപിതാക്കൾ കുട്ടികളെ കേരളത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുകയാണ്. കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാൻ കുട്ടികളില്ല, സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ കോമാളികൾ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ മക്കളാണ് ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിൽ കൂടുതലും പഠിക്കുന്നത്. അല്ലാത്തവരൊക്കെ പണ്ടേ കേരളം വിട്ടു. ഒരു പോലീസ് കേസിൽപ്പെട്ടാൽ പോലും ജീവിതം നശിക്കും. ഇതെല്ലാം ക്രിമിനൽ കേസുകളാണ് എന്ന് ഓർക്കണം. സ്വകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിർബന്ധമായും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അവർ നോക്കും. ക്രിമിനൽ കേസിൽപ്പെട്ട ഒരുത്തനും കേസ് തീർന്നാലും ഒരു നല്ല ജോലി പോലും ലഭിക്കില്ല. കേസിൽപ്പെടുന്നവർ നാട്ടിൽ കോടതിയും കേസുമായി വർഷങ്ങൾ നരകിക്കുമ്പോൾ ഇവരുടെ നേതാക്കന്മാരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ മുതലാളിത്തത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരിക്കും. രക്തസാക്ഷികളെ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പും പിരിവും, ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതിന് അവർക്ക് നാട്ടുകാരുടെ മക്കളെ വേണം. നാൻ പെറ്റ മകനെ എന്ന നിലവിളി കേരളം മറന്നു കാണില്ല. ഈ പ്രായത്തിൽ കുട്ടികളെ പെടുത്താൻ വളരെ എളുപ്പമാണ്. പെറ്റകളെ തിരിച്ചറിയുക, മക്കളെ ഈ കൊടും ക്രിമിനൽ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ ഇനിയും ഇവരെ അനുവദിക്കരുത്. ശരിക്കും മാതാപിതാക്കൾക്കുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണത്. ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കുക. കാര്യം മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു പക്വത വന്നു കഴിഞ്ഞു. അവർക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധി ഉള്ളവരാണ്. കുട്ടികൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കുട്ടികളെ ഏത് വഴിയിൽ നടത്തണം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരും, അവർ തന്നെ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ രാഷ്ട്രീയ തിമിരം ബാധിച്ച മാതാപിതാക്കളെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ കുട്ടികളെ ഇതുപോലെ പുറത്തേക്ക് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിടുമ്പോൾ ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? രാഷ്ട്രീയം എന്നത് ഒരു രാജ്യത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ആവശ്യം തന്നെയാണ്. അത് രാഷ്ട്രത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ, ഒരുവന്റെ കുടുംബം ഇല്ലാതാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുവന്റെ ജീവൻ എടുക്കുന്ന രീതിയിൽ ഉള്ളതാകരുത് ഒരിക്കലും രാഷ്ട്രീയം. അത് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കണം. തങ്ങളുടെ കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അവർ നന്നായി വളരട്ടെ, നല്ലൊരു സമൂഹം ഉണ്ടാവട്ടെ, നല്ലൊരു രാഷ്ട്രമുണ്ടാകട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.